ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ ഒരു ട്രയൽ ചോദ്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓരോന്നോരോന്ന് അയച്ചു കഴിഞ്ഞാൽ അത് നോക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുക. അതുപോലെ തന്നെ ഓപ്ഷൻ കേട്ടിട്ട് ഗസ് ചെയ്ത് ആരും ഉത്തരം അയക്കരുത്. നിങ്ങൾ വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഒരു എ എന്നോ ബി എന്നോ സി എന്നോ ഇട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അതപ്പോൾ എല്ലാവരും അതിൻ്റേതായ ഗൗരവത്തിലെടുത്ത് തന്നെ ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരെയും ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: യഹോവ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻ എ സൗമ്യതയുള്ളവർക്ക്, ഓപ്ഷൻ ബി താഴ്മയുള്ളവർക്ക്, ഓപ്ഷൻ സി കളങ്കമുള്ളവർക്ക്. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുവാനുള്ള സമയമാണ്. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യമാണ്: അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ അമ്മോന്യനായ തോബിയാവ്, ഓപ്ഷൻ ബി അരാബ്യനായ ഗേശേം, ഓപ്ഷൻ സി ഹോരോഗ്യനായ സൻബല്ലത്ത്. ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയമാണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവ ആഴികളെ സംഗ്രഹിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ സമുദ്രങ്ങളിൽ, ഓപ്ഷൻ ബി ഭണ്ഡാരഗ്രഹങ്ങളിൽ, ഓപ്ഷൻ സി നിലവറയിൽ. ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയമാണ്. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം ഇതാണ്: തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയത് ആരാണ്? ഓപ്ഷൻ എ യെരുബാൽ, ഓപ്ഷൻ ബി യോഥാം, ഓപ്ഷൻ സി മിദ്യാൻ. നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ കൈവേല പ്രസിദ്ധമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ആകാശരാജ്ഞി, ഓപ്ഷൻ ബി ആകാശ സൈന്യം, ഓപ്ഷൻ സി ആകാശ വിധാനം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം ഇതാണ്: വാർദ്ധക്യ നിമിത്തം ഓരോരുത്തൻ കയ്യിൽ പിടിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ വടി, ഓപ്ഷൻ ബി കൊമ്പ്, ഓപ്ഷൻ സി വാൾ. നിങ്ങൾക്ക് ഉത്തരം അയക്കാനുള്ള സമയമാണ്. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ജയഘോഷയാഗങ്ങളെ അർപ്പിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബലിപീഠത്തിൽ, ഓപ്ഷൻ ബി കൂടാരത്തിൽ, ഓപ്ഷൻ സി ആലയത്തിൽ. ഉത്തരമറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: യഹോവ തൻ്റെ നിയമം അറിയിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻ എ ഭക്തന്മാർക്ക്, ഓപ്ഷൻ ബി ഇടയന്മാർക്ക്, ഓപ്ഷൻ സി നീതിമാന്. ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയമാണ്. നമ്മുടെ അവസാന ചോദ്യം, പത്താമത്തെ ചോദ്യം ഇതാണ്: പിതാക്കന്മാർക്ക് പകരം ഇരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പ്രഭുക്കന്മാർ, ഓപ്ഷൻ ബി പുത്രന്മാർ, ഓപ്ഷൻ സി പുരോഹിതന്മാർ.